ിലേക്ക് നിയമം തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോൺഗ്രസ് നേതാവ് ശബരിനാഥ് ഹൈക്കോടതിയെ സമീപിച്ചു. നിയമത്തെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാണ് ആവശ്യം. വരുമാനം മറച്ചുവെച്ചുവെന്ന് കാട്ടിയാണ് കോടതിയെ സമീപിച്ചത്. കഴക്കൂട്ടത്തെ വി മുരളീധരന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനും കോടതിയെ സമീപിച്ചു. സെയ്ഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സെയ്ഫ, ഈ രണ്ട് മണ്ഡലങ്ങളിലെയും BJP വിജയത്തെ എതിർത്തുകൊണ്ടാണ് ഒരിടത്ത് ശബരിനാഥും കടകംപള്ളി ഇപ്പുറത്തും പരാതി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് കേസുകളിലും ഉയർന്ന പരാതി എന്താണ്? എപ്പോഴായിരിക്കും കോടതി ഈ കേസ് എടുക്കുക? അത് ഫയലിൽ സ്വീകരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടന്ന് വരും ദിവസങ്ങൾ എടുക്കും. അത് ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കേസ് എന്ന് പറയുന്നത് കുറച്ച് നീണ്ടുപോകാറുണ്ടല്ലോ സൈഫു. എന്തായാലും ഈ ആരോപണം, രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ആരോപണം, അത് ഈ ഘട്ടത്തിലല്ല ഉയർന്നു വരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തന്നെ അന്ന് കോൺഗ്രസ് ഉയർത്തിയ വിഷയമാണ്. ഈ 200 കോടി രൂപയുടെ വീടിന്റെ കണക്ക്, ബാംഗ്ലൂരിലുള്ള വീടിന്റെ കണക്ക് അദ്ദേഹം ഈ സ്വത്തുവരത്തിൽ നിന്ന് മറച്ചുവെച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. അന്ന് തന്നെ അത് ഉയർന്നു വന്നതാണ്. കോൺഗ്രസ് അന്ന് പരാതി നൽകിയതാണ്. അന്ന് അത് പക്ഷേ വരണാധികാരി അത് ഫയലിൽ സ്വീകരിക്കുകയാണ്, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത്. 3 ഇടങ്ങളിലെ സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം ഇതിനെ ഈ സ്വത്തുവരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പുതിയതായി ശബരിനാഥ് നൽകിയ ഹർജിയിൽ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് പരിശോധിക്കാതെയാണ് വരണാധികാരി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്ന് പത്രിക സ്വീകരിച്ചത്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ് ശബരിനാഥൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വി മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം. അതിന് കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി. അതിന്റെ തെളിവ് സഹിതം തന്റെ പക്കലുണ്ട്. അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് വരും ദിവസങ്ങളിൽ ഹർജി അത് പരിഗണിക്കും. പിന്നീട് അതിനകത്ത് വിശദമായ വാദം കേൾക്കും. ശരി സെയ്ഫ്. മറ്റു വാർത്തകളിലേക്ക്.